നിങ്ങളെല്ലാവരും മിസ്റ്റർ വേണുഗോപാലിന്റെ ട്രൂപ്പിലെ അംഗങ്ങളാണോ? അതെ സാർ. സാർ, ഡമ്മി ഇവിടെയും കൂടി ഇട്ട് നോക്കിയാലോ? വേണ്ടിവരും. സുഹൃത്തിന്റെ മരണത്തിലുള്ള ദുഃഖം ആരുടെയും മുഖത്ത് കാണാനില്ലല്ലോ. കൊല്ലപ്പെട്ട വേണുഗോപാലിനെ നിങ്ങൾ അവസാനമായി കണ്ടതെന്നാണ്? കഴിഞ്ഞ 11-ാം തീയതിയാണ് സാർ. മിസ്റ്റർ വേണുഗോപാൽ എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു? ആള് വെറും കഞ്ഞിയും വെഡിയും വിവരം കെട്ടവനും തെമ്മാടിയുമായിരുന്നു. ഈ മരണം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു തികഞ്ഞ മദ്യപാനിയും സ്ത്രീലമ്പടനും ബലാത്സംഗ വീരനുമായിരുന്നു. അവനെ ഇഞ്ചിഞ്ചായി അതെ മുകുന്ദൻ. ഇതാണ് മിസ്റ്റർ മുകുന്ദൻ തൊട്ടിലങ്ങാടി. തൊക്കിലങ്ങാടി? തൊക്കിലങ്ങാടി. പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണല്ലോ. ഇപ്പം ലീഡിംഗ് പ്രൊഫഷണൽ ഡ്രാമ ആക്ടർ. പൊടി പൊടിക്കുന്നു. എന്റെ മരണവും ഇരട്ട സഹോദര പ്രയോഗമൊക്കെ നന്നായി ഏറ്റിരിക്കുക. കള്ളി വെളിച്ചത്തായി കേട്ടോ. കഷ്ടമുണ്ട് കേട്ടോ. ലക്ഷ്മി നേരെ ചൊവ്വെ ആഹാരം കഴിച്ചിട്ട് ദിവസം കുറേയായി. നിങ്ങൾ ഇവിടെ? വെരി സോറി. കുറച്ചു ദിവസം കൂടി എല്ലാം രഹസ്യമാക്കി വെച്ചേ പറ്റൂ. ഇക്കണക്കിന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോടും പറയില്ലായിരുന്നു അല്ലേ? തീർച്ചയായും. ഇനിയെങ്കിലും പറയൂ, എന്താ ഉണ്ടായത്? എല്ലാം പറയാം. പണിക്കരെ ഗ്രൂപ്പിൽ നിന്നും മാറി വന്ന ഡ്രൈവർ അപ്പുക്കുട്ടനും ഞങ്ങളും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു എല്ലാം. 11-ാം തീയതി രാത്രി ഇൻവെസ്റ്റിഗേഷൻ ഒരു മോറൽ സപ്പോർട്ടായി നമ്മുടെ നടനെയും കൂടെ കിട്ടിയതുകൊണ്ട് ഇതുവരെയുള്ള സംഗതികളെല്ലാം ക്ലീൻ. ഞാൻ ഓടിപ്പോയി ലക്ഷ്മി വിവരം അറിയിക്കട്ടെ? വേണ്ട. തൽക്കാലം ഈ ഒരു ഇമ്പാക്ട് നിലനിർത്താൻ വേണ്ടി രഹസ്യങ്ങളൊന്നും ലക്ഷ്മി അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ നമ്മുടെ അടുത്ത പരിപാടി? മോന്തൻ, ഏത് നിമിഷവും ഇവിടെ ചോദ്യം ചെയ്യാൻ വരുമെന്ന CBI-ക്കാര് വിളിച്ചു പറഞ്ഞത്. എന്റെ കാർത്തിയാനി, ദൈവത്തോർത്ത് നീ മണ്ടത്തരൊന്നും പറയരുത്. ഇതെന്തൊരു കൂത്ത്? മനുഷ്യ, നിങ്ങളുടെ പേടിയും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ആ പാട്ടുകാരനെ കൊന്നത്? പതുക്കെ പറ കാർത്തിയാനി. അതുകൊണ്ടല്ല, നമ്മൾ ചെയ്യാത്ത കുറ്റം വരെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ മിടുക്കന്മാരാ CBI-ക്കാര്. എനിക്കറിയോ എന്തെല്ലാം പരിപാടികളാണെന്നറിയോ അവരുടെ കയ്യില്? നല്ല ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് ദേഹത്തൊക്കെ വെക്കും. എന്നിട്ട് ചവണ കൊണ്ട് കയ്യിലെയും കാലിലെയും നഖങ്ങൾ വലിച്ചു പിഴും. എന്നിട്ട് ആ ഗ്യാപ്പിൽ മുളക് പൊടി വിതറി തുണി ചുറ്റും. എന്നിട്ട് കയ്യിലും കാലും പിടിച്ച് പിരിച്ചെല്ലാം. ഇങ്ങനെയൊക്കെയാണ് അവര് സത്യങ്ങൾ തെളിയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോണ്ട് വരികയായിരുന്നു. എന്റെ ഈശ്വര, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ? അവരാ വരുന്നേന്ന് തോന്നണേ. കത്തേനി, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ കൂടെ നിന്നോളൂ കേട്ടോ.
പേടിയിട്ട് ഇങ്ങനെ നീങ്ങിയിരുന്നു. പേടിയുള്ളവരൊക്കെ ചുറ്റും നിന്നു. സാറന്മാര് ഇരുന്നട്ടെ, ഇരുത്താൻ നോക്കണ്ട. 11-ാം തീയതി രാത്രി ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. രാത്രി മുഴുവൻ ആഴ്ചപ്പേക്കും വായിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. ഊണം കഴിച്ച് രാത്രിയിൽ എത്ര മണിക്ക് കിടന്നെന്ന് പറയാനാ പറഞ്ഞത്? പറഞ്ഞതുപോലൊക്കെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? കാർത്യായനി എന്നല്ലേ പേര്? അയ്യോ, എങ്ങനെ അറിയാം? ഒരു മിനിറ്റ് വരൂ. ഞാൻ ശരിപ്പെട്ട് തരാമെന്നേ. ഇങ്ങോട്ട് മാറിക്ക. അതിനടിക്ക് ടൈലറാ? ഇതിനു മുമ്പ് ആരെങ്കിലും കൊലയിട്ടുണ്ടോ? എന്താണ്? കോഴിയെ കൊന്നിട്ടുണ്ടോന്ന് പറ. 5 അടി. എന്താ ഈ ചെക്കൻ കാണിക്കുന്നേ? അവിടെ തന്നെ നിൽക്ക. വലിച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്നോ. 5 അടി 9 ഇഞ്ച്. അവന് ശവപ്പെട്ടി ഉണ്ടാക്കാനാ. മിസസ് കാർത്യാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എല്ലാം എനിക്ക് ഇഷ്ടമാ. എന്നാലും കൂടുതൽ ഇഷ്ടം ദോശയും ചമ്മന്തിയാ. പക്ഷെ അദ്ദേഹത്തിന് ചെലവൊന്നും ഇഷ്ടമല്ല. 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടാൻ മാർഗമുണ്ടോ? അയ്യോ, ഇപ്പൊ കൊണ്ടുവരാം. ശരി, പൊയ്ക്കോളൂ. അത് ശരി. അപ്പൊ 11-ാം തീയതി രാത്രി എവിടെയായിരുന്നാ പറഞ്ഞത്? ഞങ്ങൾ 3 പേരും കടപ്പുറത്ത് കാറ്റ് കൊള്ളുവാൻ പോയിരുന്നു. മൂന്തൻ സാർ, ദമ്മ റെഡിയാണോ? റെഡിയാണ് സാർ. ദമ്മി ടെറസിലേക്ക് വെക്കുള്ളൂ. സാർ, മദ്യപിക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. ഡെയിലി. ദാറ്റ്സ് ഗുഡ്. എല്ലാവരും വരും. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഡമ്മി റെഡി. താഴേക്ക് ഇടട്ടെ. ഇടും. ഇറ്റ്സ് എ ഫാൾ ഫ്രം ഹൈറ്റ് സർ. ഐ കം ഡൗൺ സർ. ഈ ബിംബം എന്തിനാ ഇവിടെ ഇട്ട് നോക്കണേ? കൊലപാതകം നടന്നത് ഇവിടെയല്ലല്ലോ. പിന്നെ എവിടെയാണ്? അല്ല, ഇവിടെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ഉണ്ടായത്? ഒരിടത്തും ഉണ്ടായിട്ടില്ല. വെരി സിമിലർ ടു കൂത്താട്ടുകുളം കേസ് സർ. മൾട്ടിപ്പിൾ ഇഞ്ചുറി ലീഡിംഗ് ടു എക്സ്ട്രാക്ഷൻ ഓഫ് ബ്രെയിൻ. ഓ മൈ ഗോഡ്. നിങ്ങളുടെ മകൾ എവിടെ? അകത്തുണ്ട്. നിങ്ങൾ ഇയാളെ നോക്കും, ഞാൻ വരാം. ആരും കൂടെ വരണ്ട. ഇങ്ങോട്ട് പോരെ. എല്ലാരും കൂടി അകത്ത് പോകുന്ന തോന്നണേ. മിസ് ലക്ഷ്മി അല്ലേ? അതെ. ഐ എം കൃഷ്ണകുമാർ ഫ്രം CBI. വേണുവിന്റെ ഇരട്ടപ്പെട്ട സഹോദരനും കൂടിയാണ്. വേണുവും നിങ്ങളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അല്ലേ? അതെ. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കും. സാർ പറയുന്നത്? യെസ്. എങ്ങനെയാണ്, ആരാണ് എന്നൊന്നും ചോദിക്കരുത്. വേണു കൊല്ലപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ജീവിതം കളയാതെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുക. ബി പ്രാക്ടിക്കൽ. കുട്ടിക്കൊരു പുതിയ ജീവിതം തരാൻ ഞാൻ തയ്യാറാണ്. എന്തു പറയുന്നു? ഇത്ര മീനായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അയാൾ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും ശരി, വേറൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ബട്ട് ലക്ഷ്മി, ലീവ് മീ അലോൺ സർ. ഓക്കെ. കണ്ണട വെക്കൂ. എന്താ ഈ സാധനം? എന്താ നോക്ക്. എനിക്ക് മേനിക്ക്
വെൽ മിസ്റ്റർ പണിക്കർ, ഒളിച്ചോടാനുള്ള പരിപാടി ലക്ഷ്മിയെ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഡ്രൈവർ അപ്പുക്കുട്ടൻ മുഖേന നിങ്ങളുടെ കയ്യിൽ കിട്ടി. 11-ാം തീയതി രാത്രി വേണു വരുന്നതും കാത്ത് നിങ്ങൾ മണ്ഡപത്തിൽ ഒളിച്ചിരുന്നു. അവിടെ ഉണ്ടായ സ്ട്രഗിളിൽ ഈ തൊണ്ടി സാധനം കൊണ്ട് അടിച്ച് വേണുവിനെ മൃഗീയമായി കൊലപ്പെടുത്തി. യെസ്, യു ഹാവ് ഡൺ ഇറ്റ്. തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. മുകുന്ദൻ. മലേറിയ ടെസ്റ്റിന് വേണ്ടി എടുത്ത രക്തത്തിൽ നിന്നും വേണുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അല്ല പണിക്കരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വ്യക്തമാണ്. വേണുവിന്റെ എ പോസിറ്റീവ് ആണ്, പണിക്കരുടെ O നെഗറ്റീവ് ആണ്. അതൊരു വളരെ റെയർ ഗ്രൂപ്പാണ് സാർ. എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ? വേണു എഴുതിയ കത്ത്, കൊല്ലാൻ ഉപയോഗിച്ച വടി, രക്തം പുറണ്ട വസ്ത്രങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ് റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്കെതിരാണ്. കൊല നടത്താൻ പ്രേരിപ്പിച്ചതിന്റെ പേരിലും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിലും CBI നിങ്ങൾ 2 ആളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. മിസ്റ്റർ പണിക്കർ, എന്താ സാറേ? നിരപരാധി നിഷ്കളങ്കനുമായ ഒരു യുവാവിനെ വടികൊണ്ടടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ IPC 302 പ്രകാരം യു ആർ ഗോയിങ് ടു ഗെറ്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. യെസ്, നിങ്ങൾക്ക് മരണശിക്ഷ തന്നെ കിട്ടും. നിങ്ങളൊക്കെ CBI-ക്കാരാ? അയ്യോ, ഞാന് കാർത്തേനി. അപ്പൊ CBI-ക്കാരോ? പോയിട്ടില്ല, അവര് താഴെ ഇരിപ്പുണ്ട്. നിങ്ങളെ കൊണ്ടേ പോകുന്നും പറഞ്ഞായിരിക്കുന്നത്. എന്റെ ഭഗവതി, എന്നാലും നിങ്ങൾ ഈ കടുങ്കൈ ചെയ്തു കളഞ്ഞല്ലോ. എനിക്കിനി ആരുമില്ലേ? സഹോദരി, അലറാതെ. അപ്പീൽ കൊടുത്താൽ വധശിക്ഷ ഒരുപക്ഷെ ജീവപര്യന്തമാക്കി തരും. എന്തായാലും സാറിനോടൊപ്പം കുറച്ചുമല്ല ഞാനും ജയിലിൽ കാണും. ബോധം തെളിഞ്ഞെങ്കിൽ മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാർത്തിയാനി, എന്തോ? എന്റെ മോളെ നീ നന്നായിട്ട് നോക്കിക്കൊള്ളണേ. ഞാനിനി ചിലപ്പോ ഒരിക്കലും അങ്ങനെ പറയരുതേ. മോളെ, എന്റെ റോസുകൾക്കൊക്കെ ദിവസം വെള്ളം ഒഴിക്കണേട്ടാ. അപ്പൊ കൂട്ടാ, എന്തോ എന്റെ കാറുകളൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഗണപതി അഡ്വക്കേറ്റിനെ ആളായിക്കൂ. എന്റെ വിൽപത്രം തയ്യാറാക്കുന്നവരെ സമയം വരാൻ ആ CBI-ക്കാരോട് പറയൂ. എല്ലാവരും കൂടി എന്നെ ഒന്ന് താങ്ങി. എന്നെ എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോണേ? സാർ സ്കോട്ട്ലൻഡ് യാർഡിൽ എത്ര കൊല്ലം 3 ഉണ്ടായിരുന്നു? കൊല്ലം. അവിടെ വെച്ചാണ് സാറിന് സ്വർണ്ണ മെഡൽ അതെ. കിട്ടിയില്ലേ? യു ആർ വെരി ഗ്രേറ്റ് സർ. മിസ്റ്റർ പണിക്കർ ഇരിക്കണം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കണം. ഉടനെ തന്നെ തൂക്കിക്കൊല്ലോ സാറേ. പറയാൻ പറ്റില്ല. എന്തോ നിങ്ങൾ പൂർവ്വ വൈരാഗ്യത്തോടെ മനഃപൂർവ്വം ചെയ്ത ഒരു കൊലപാതകമായി ഇതിനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ മിസ്റ്റേക്ക്. അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴ. ബിസിനസ്സിൽ 100% സത്യസന്ധത പുലർത്തുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ CBI-ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി ഒരു വലിയ പണക്കാരന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കണം എന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ഏതൊരു പിതാവിനും തോന്നുന്ന തികച്ചും ന്യായമായ ആഗ്രഹം. തന്റെ മകളുടെ കാമുകൻ അതിനൊരു വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് അയാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. ശരിയല്ലേ? Am I right? പോകാനുള്ളവർ പോയി. സംഗതി എന്റെ സഹോദരനായിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? അവനിതൊന്നും വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കെതിരായി ഈ കേസ് ഫയൽ ചെയ്യുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. എന്തായി? എഴുന്നേൽക്കൂ. ഒരേ ഒരു കാര്യം മാത്രം. നിറവേറാത്ത ഒരു ആഗ്രഹവുമായിട്ടാണ് എന്റെ അനുജൻ പരലോകത്തേക്ക് യാത്രയായത്. അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ. അതിനുവേണ്ടി മാത്രം അവന്റെ ഇരട്ട സഹോദരനായ എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു തരണം. നമ്മുടെ ഡ്യൂട്ടി. ഐ നോ. ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രത്യുപകാരം മാത്രമല്ല, ഒരാത്മാവിനോട് കാട്ടുന്ന നീതി കൂടിയായിരിക്കും.
ക്ഷമിക്കണം സാർ. സാറ് പറഞ്ഞ കണ്ടീഷനോട് യോജിക്കാതിരിക്കാൻ ഞങ്ങളൊരു കാരണവും കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ വിവാഹം സമ്മതമാണ്. ഭഗവാനെ, ഈ ഫയൽ ഇവിടെ വെച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഒരു രഹസ്യം. ഒരു മിനിറ്റ്. പോ ഇവള് കേട്ടാ കുഴപ്പം. പോ, ഓടിക്കും മേലെ പോകുന്നു. ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എന്റെയും മിഷം മൂന്നിന്റെയും ജോലി പോകും. കേസ് അവര് വീണ്ടും ടേക്കപ്പ് ചെയ്യുകയും ചെയ്യും. ഇല്ല സാർ, ഞങ്ങൾ ഇത് ആരോടും പറയില്ല. അല്ലേ ഗണപതി? വല്ലവരോടും പറഞ്ഞ മൂന്നര ഷേപ്പ് ചെയ്യാൻ. അപ്പോ രഹസ്യമായി ഈ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ കല്യാണം നടത്തുന്നു. അടുത്ത തിങ്കളാഴ്ച ആയാലോ? ആവാലോ. ആ, അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം. മുകുന്ദൻ, come on. സമാധാനായി. അയ്യോ, എന്റെ അമ്മേ, ചതിച്ചല്ലോ. എല്ലാം കേട്ടു തോന്നണേ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ആ പിന്നെ തിങ്കളാഴ്ച ഞാൻ ഉണ്ടാവില്ല. ട്രൂപ്പിന്റെ ഉത്തരേന്ത്യൻ പര്യടനമാ. ദൈവം സഹായിച്ച എല്ലാ മംഗളമായിട്ട് വരും. ഓൾ ദി ബെസ്റ്റ്.